നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ സീനയുടെ അതേപോലെ അണ്ടർടേക്കറിൻ്റെ അടുത്തും റെസ്ൽമേനിയ 35 ആരാണ് മത്സരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയോട് കടക്കുമ്പോൾ നിങ്ങൾ വരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നേരെ നോക്ക് വീഡിയോ തുടങ്ങി പോയേക്കാം. ജോൺ സീനയ്ക്ക് റെസ്ൽമേനിയ 35 ഉറപ്പായിട്ടും മാച്ച് ഉള്ളതാണ്. ജോൺ സീനയ്ക്ക് റെസ്ൽമേനിയ 35 മാച്ചിനെ വെച്ച് ധാരാളം റൂമറുകളും വരുന്നുണ്ടായിരുന്നു. ലാർസ് സാലിവൻ ജോൺ സീനയുടെ അടുത്ത് മത്സരിക്കുന്ന റെസ്ൽമേനിയ 35. അതേപോലെ സമോവ ജോയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുന്നത്. ധാരാളം റൂമറുകൾ വന്നായിരുന്നു. മറ്റന്നാൾ നടക്കുന്ന റോ എപ്പിസോഡിൽ കർട്ടാങ്കിൾ വന്ന് പറയുന്നതാണ് കർട്ടാങ്കിളിൻ്റെ റെസ്ൽമേനിയ 35 ആരാണ് മത്സരിക്കാൻ പോകുന്നതെന്ന്. അത് കർട്ടാങ്കിളിൻ്റെ റെസ്ലിംഗ് കരിയറിൽ അവസാനത്തെ മാച്ച് തന്നെയാണ് റെസ്ൽമേനിയ 35 നടക്കുന്നത്. കർട്ടാങ്കിൾ പറയാൻ ചാൻസ് ഉള്ള 2 പേരാണ്. അന്നത്തെ ഒരാളാരാന്ന് വെച്ചാൽ ജോൺ സീനയാണ്, രണ്ടാമത്തെ ആൾ ആരാന്ന് വെച്ചാൽ അണ്ടർടേക്കറാണ്. നമുക്കറിയാവുന്നതാണ് ജോൺ സീനയ്ക്ക് WWE ഡെബ്യൂട്ട് ചെയ്തപ്പോൾ ജോൺ സീനയുടെ ആദ്യത്തെ മാച്ച് ആരടുത്താണെന്ന് ചോദിച്ചാൽ അത് കർട്ടാങ്കിളുടെ അടുത്ത് തന്നെയാണ്. കർട്ടാങ്കിളിൻ്റെ റെസ്ലിംഗ് കരിയറിൽ അവസാനത്തെ മാച്ച് ജോൺ സീനയോടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ബിഗ് റൂമറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു റൂമറും കൂടെ ഉണ്ട്. കർട്ടാങ്കിളുടെ അടുത്ത് റെസ്ൽമേനിയ 35 ദ അണ്ടർടേക്കർ ആണെന്നും പറഞ്ഞുകൊണ്ട് റൂമറുകൾ വരുന്നുണ്ട്. മറ്റന്നാൾ നടക്കുന്ന റോ എപ്പിസോഡിൽ വന്ന് കർട്ടാങ്കിൾ പറയുന്നതാണ് എൻ്റെ അടുത്ത് ആരും മത്സരിക്കാം, റെസ്ൽമേനിയ 35 ആരാ മത്സരിക്കുക, അത് കർട്ടാങ്കിൾ പറയുന്നതാണ്. അത് അണ്ടർടേക്കറോ ജോൺ സീന ആവാനാണ് ചാൻസ്. ഇന്നത്തെ അതിൻ്റെ ഒരാളായിരിക്കും. ഇനി അഥവാ അണ്ടർടേക്കർ ആണെങ്കിൽ മത്സരിക്കുന്ന കർട്ടാങ്കിളുടെ അടുത്ത് റെസ്ൽമേനിയ 35 അണ്ടർടേക്കറാണ് മത്സരിക്കുന്നെങ്കിൽ അതൊരു കരിയർ വേഴ്സസ് കരിയർ മാച്ച് ആയിരിക്കും. ഇനി അഥവാ കർട്ടാങ്കിളടുത്ത് ജോൺ സീനിയ റെസ്ൽമേനിയ 35 മത്സരിക്കുകയാണെങ്കിൽ അണ്ടർടേക്കറിൻ്റെ അടുത്ത് മത്സരിക്കുന്ന ലയസ് ആയിരിക്കും. അങ്ങനെ ഒരു മാച്ച് നടന്നാൽ തന്നെ അണ്ടർടേക്കർ വേഴ്സസ് ലയസ് റെസ്ൽമേനിയ 35 നടക്കുകയാണെങ്കിൽ ആ മാച്ചിൽ ലെന്ത് 2-3 മിനിറ്റേ കാണത്തുള്ളൂ. അതിന് മുമ്പ് തന്നെ അണ്ടർടേക്കർ ലയസിനെ ബീറ്റ് ചെയ്യുന്നതാണ്. ഇനി അഥവാ അണ്ടർടേക്കർ വേഴ്സസ് കർട്ടാങ്കിളുടെ അടുത്ത് മാച്ച് റെസ്ൽമേനിയ 35 നടക്കുകയാണെങ്കിൽ ജോൺ സീനയോട് മത്സരിക്കാൻ പോകുന്നത് ലയസ് ആണ്. അന്നത്തെ ജോൺ സീന തന്നെ വിൻ ചെയ്യത്തുള്ളൂ. ഇതിപ്പം വരുന്ന ബിഗ് റൂമറുകളാണ് ഇപ്പം പറഞ്ഞ 2 കാര്യങ്ങളും. കർട്ടാങ്കിൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു റെസ്ൽമേനിയ 35 നടക്കാൻ പോകുന്ന മാച്ച് എൻ്റെ റെസ്ലിംഗ് കരിയറിലെ ഏറ്റവും അവസാനത്തെ മാച്ച് തന്നെയാണെന്ന്. ജോൺ സീന അഥവാ അണ്ടർടേക്കർ ഇന്നത്തെ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ തന്നെയായിരിക്കും കർട്ടാങ്കിളുടെ അടുത്ത് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അതേപോലെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കർട്ടാങ്കിളുടെ അടുത്ത് ജോൺ സീന മത്സരിക്കണോ അതോ അണ്ടർടേക്കർ മത്സരിക്കണോ, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സ് ലൈവ് ടൂർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബായ്.